അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ വെള്ളപ്പവും ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് വെണ്ടയ്ക്ക് സാമ്പാർ വയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കണം നോക്കാനൊന്നുമില്ല കേട്ടോ. എൻ്റെ കുറേ വീഡിയോയിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. പരിപ്പ്, ചെറിയുള്ളി, തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു കഷ്ണം പെരിങ്കായം അതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പുളിക്ക് പകരം ഇപ്പോൾ കുറച്ച് കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ ചെറിയ പുളിയാണ് കേട്ടോ. നിങ്ങൾ ഇടുമ്പോൾ വിചാരിക്കും ഓവർ പുളി ഉണ്ടാവുന്ന കേട്ടോ. അധികം പുളിയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കാം. പിന്നെ വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റിയിടാനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ സാമ്പാർ കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 രൂപൻ്റെ സാമ്പാറിൻ്റെ പാക്കറ്റ് മേടിച്ചു വേണം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പേര് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യൂവേഴ്സൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കാണുന്നവർക്ക് എത്ര പേര് കാണണം അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും അതേപോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു, പിന്നെ ഇതാ കുറച്ച് ശേഷം കൂടെ മുളക് പൊടി ഇട്ട്. അപ്പോൾ ഇതിന് ഒരു വിസിലിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയിട്ട് ഇടട്ടെ. എളുപ്പപ്പണിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്നുള്ള സാമ്പാറൊക്കെ ഉണ്ടാക്കൽ ഇങ്ങനെയാണ് കേട്ടോ. ചിലരൊക്കെ എല്ലാം കൂടി എണ്ണയിലൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഞാനൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യാം. എൻ്റെ അടുത്തൊക്കെ ഉള്ളതൊക്കെ എളുപ്പപ്പണിയാണ്. ഇനി ഇതൊരു വിസിൽ വരുമ്പോഴേക്കും വെണ്ടയ്ക്ക മാത്രം ഒന്ന് എണ്ണയിലേക്ക് ചെറുതായിട്ട് വാട്ടിയിട്ട് ഇതിലിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക സാമ്പാർ റെഡിയായി. അപ്പോൾ വെണ്ടയ്ക്ക ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കാം. തേങ്ങയൊന്നും അരച്ചൊഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് വയ്ക്കുകയൊക്കെ ചെയ്തതിനേക്കാൾ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ തേങ്ങയൊന്നും വറുത്തരയ്ക്കണമൊന്നുമില്ല. തേങ്ങയില്ലാത്ത സാമ്പാറാണ് വെച്ചെടുക്കുന്നത്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. തലേന്ന് കഴുകിയ തുണികളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് മടക്കി എടുത്ത് വെക്കുകയാണ്. പിന്നെ പാലെടുത്ത് കഴിഞ്ഞ് വന്നാൽ നമുക്കൊരു പണിയും ചെയ്യാനൊരു മൂടുണ്ടാവില്ല കേട്ടോ. നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ സാമ്പാർ അടുപ്പത്ത് വെണ്ടയ്ക്ക സാമ്പാറൊക്കെ അതവിടെ റെഡി ആയിട്ടാണ്. വെണ്ടയ്ക്കൊക്കെ നല്ലോണം വാട്ടിയിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കടുക് വറുത്തൊഴിച്ചാൽ വെണ്ടയ്ക്ക സാമ്പാർ റെഡിയായി. അപ്പോൾ ഇന്നലെ വെച്ച ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ ഉപ്പേരിയും വേറൊന്നും വെക്കുന്നില്ല. ഇനി സാമ്പാർ മാത്രം മതി. ഇതിന് കുറച്ച് കടുകും ഉലുവയൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ ഉലുവ ഇട്ടെടുക്കാം. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞില്ല ഇന്ന് രാവിലെ വെള്ളപ്പമായിരുന്നു എന്ന്. അപ്പോൾ അത് ഞാനൊരു പുതിയ വെള്ളപ്പച്ചട്ടിയൊക്കെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ വെള്ളപ്പവും ചട്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെണ്ടയ്ക്ക സാമ്പാറൊക്കെ വെക്കാൻ നിന്നത്. അപ്പോൾ നല്ല അടിപൊളി ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇത് ചാക്സൻ്റെ ചട്ടിയാണ്. ഓണം ഓഫർ ആയതുകൊണ്ട് തന്നെ കുറച്ച് വിലക്കുറവിലൊക്കെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നല്ല പൂ പോലെ പഞ്ഞി പോലുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോയിൽ കണ്ടതാണ്. കുറച്ച് അവിലും ജീരകം, ഏലക്കായ ഇത് മൂന്നും കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് ഞാൻ പച്ചരി 2 ഗ്ലാസ് പച്ചരിയാണ് വെള്ളത്തിലിട്ടത്. അപ്പോൾ കുറച്ച് ശർക്കരപ്പാനി ഉരുക്കിയതും കുറച്ച് ഉപ്പും പിന്നെ 2 പഴം ചെറുപഴവും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ അത് കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടാണ്. പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നല്ലപോലെ ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ വീഡിയോയിൽ കുറേ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് കുട്ടികളോട് ഞാൻ കുറച്ച് വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരറിയാതെ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഒന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഞാൻ പിന്നെ ചൂടാക്കി വെച്ച അവിലും ഏലക്കായും നല്ല ജീരകവും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഉണ്ണിയപ്പം കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തുട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ണിയപ്പമില്ല, എനിക്ക് നെയ്യപ്പമാണ് ഉണ്ടാക്കാൻ പറ്റിയത് കേട്ടോ. ഉണ്ണിയപ്പം ചട്ടി കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഇളകി വരാൻ വേണ്ടിയിട്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തോട്ടത്തിൽ പാലെടുക്കാനെത്തി. അപ്പോൾ എൻ്റെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ റബ്ബർ ടാപ്പിങ് ചെയ്യുന്നതൊന്ന് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ കമൻറ്റിലൂടെ. പുതിയ ചാനലിൽ വന്ന കമൻറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ടാപ്പിങ് ചെയ്യുന്നതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുണ്ട് റബ്ബർ ടാപ്പിംഗ് ഒക്കെ ചെയ്യുന്നതും. പിന്നെ ഈ പാല് വീഴ്ചയൊക്കെ ഇതേപോലെയാണ്. അപ്പോൾ മൂപ്പരാൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. ആളൊരു ബനിയൻ മാത്രമാണല്ലോ ഇട്ടിട്ടുള്ളത്, അതിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. എന്നാലും ഞാനിങ്ങനെ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ പോയിട്ട് എടുത്തതാണ്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ആദിലും വന്നിട്ടുണ്ട് കേട്ടോ. മോളും അപ്നയാനുമാണ് ഇപ്പോൾ അവിടെ ക്വാർട്ടേഴ്സിലുള്ളത്. അപ്പോൾ ഇങ്ങനെ പുറകിലൊരു കൂടെയൊക്കെ കെട്ടുന്നുണ്ട്. ആ വേസ്റ്റ് ഒട്ടുപാലൊക്കെ എടുക്കുമ്പോൾ ആ പുറകിലിങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ ഇതേപോലെയാണ് ടാപ്പിങ് ചെയ്യുന്നത്, റബ്ബർ ടാപ്പിങ്. ഇതുപോലത്തെ കത്തിയാണ്. അപ്പോൾ കാണുമ്പോഴൊക്കെ ഒരു ഈസി ആയിട്ട് തോന്നുകയാണെങ്കിലും കുറച്ച് റിസ്ക് പിടിച്ചൊരു പണി തന്നെയാണ് കേട്ടോ. വളരെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒന്ന് പാളി വീണ കൈയൊക്കെ മുറിഞ്ഞു പോകും കേട്ടോ കത്തി തട്ടിയിട്ട്. അപ്പോൾ ഇതേപോലെയാണ് പാലൊക്കെ വീഴുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെട്ടൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് ഞങ്ങൾ പിന്നെ പാലെടുക്കാൻ തുടങ്ങുക. ഇപ്പോഴാണെങ്കിൽ ഇലയൊക്കെ നല്ലപോലെ റബ്ബർ മരത്തിൽ കൊഴിഞ്ഞതിന് ശേഷം കൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോട്ടത്തിൽ നല്ല വെയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ റബ്ബർ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ കവർ ഇങ്ങനെ ചുറ്റും താത്തിയിടും. അഥവാ മഴ പെയ്താൽ ഈ പാലിലൊന്നും വെള്ളം ആവില്ല കേട്ടോ. അപ്പോൾ ഇതിനാണ് മുമ്പ് തന്നെ നമ്മൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, റെയിൻ ഗാർഡൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതേപോലെ കേട്ടോ പാലൊക്കെ വീഴുന്നതും ടാപ്പിങ്ങൊക്കെ ഇതെങ്ങനെയാണ്. പിന്നെ ഒരു ഫുൾ വീഡിയോ ശരിക്കും അതിൻ്റെ ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങളിത് ഷെഡിലേക്ക് പോവുകയാണ്. ടക്കാക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തോട്ടത്തിൽ നിന്ന് ഷെഡിൽ പോവുകയാണ്. അവിടെ പോയിട്ട് ഇനി വർക്കിംഗ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പാലെടുക്കാൻ വരുള്ളൂ. പിന്നെ ഇതെൻ്റെ മോനെ ഒരു ഫാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടി. അപ്പോൾ അവ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടത്. തൊട്ടടുത്തൊരു വീടുണ്ട്, തോട്ടത്തിന് തൊട്ടടുത്തൊരു വീടുണ്ട്. അപ്പോൾ അവിടെ കുറേ ഇതുപോലെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അത്. ഇപ്പോൾ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നല്ല പുളിയും മധുരവും ഒക്കെയാണല്ലേ. പഞ്ചസാരയൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാലും അടിപൊളിയാണ്. അപ്പോൾ അവൻ തോട്ടത്തിൽ വീട്ടിലവിടെ എത്തിയതും ഷെഡിലെത്തിയതും അവൻ കുറച്ച് ഗ്ലാസ്സിൽ പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് അവൻ കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഉമ്മ വീഡിയോ എടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ട് സഹകരിച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഇത് എങ്ങനെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ലപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വോയിസും അവൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോയിസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇതിലും കൂടെ ഒന്ന് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.